ഇൽമിനെ രണ്ട് ഭാഗമാക്കി. ഇൽമുൽ മുകാശഫ, ഇൽമുൽ മുആമല. മനസ്സിലാക്കുന്നുണ്ടോ? ഇൽമുൽ മുആമല എന്ന് പറഞ്ഞാൽ അതറിഞ്ഞാൽ അതനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇൽമുൽ മുആമലയാണ്. ഇതാണ് ഇന്നമാതിരി ചെയ്യണം, ഇത് ചെയ്യല്ല. ഇൽമുൽ മുകാശഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു വെക്കലേ ഉണ്ടാവുള്ളൂ, അതിനെക്കൊണ്ടൊരു അമലൊന്നും ചെയ്യാൻ കഴിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തെ പഠിച്ചു വെച്ചാൽ നമ്മൾ എന്തതിനെ കൊണ്ട് അമൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതൊരു ഇൽമാണ്. ആഖിറത്തിലുള്ളൊരു കാര്യം ഇവിടെ അമൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇൽമുൽ മുആമലക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന്. എന്തിനാണ്? അതുകൊണ്ടല്ലേ അമൽ വരുള്ളൂ. അപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതെല്ലാം എന്താണ്? ഇൽമുൽ മുആമലയിൽപ്പെട്ടതാണ്. ഇതൊക്കെ മിക്കവാറും വാലേക്കും. ഇനി അതിൽ പോട്ടെ, ഇൽമുൽ മുആമലയിൽ നമ്മൾ ഇതുവരെ എവിടെയും ചർച്ച ചെയ്തിട്ടില്ലാത്തതുമായ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ന് അനിവാര്യമായിട്ട് വരും. കണ്ടോ? ഏതാണെന്നറിയോ? ബാബു ഇയാദത്തിൽ മരീദ്, രോഗിനെ സന്ദർശിക്കാൻ പോക്കാന്ന് ഇവിടെ ഉദ്ദേശം. അതേതാന്ന് സാധനം? മുസ്ലിമീങ്ങളും തമ്മിലുള്ള കടപ്പാട് പറയുന്ന അവസരത്തിൽ ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയ സലാമാണ് ഒന്ന്. വൈദാ ദഅക ഫാജിബുഹ, വിളിച്ചാൽ വിളിക്ക് ഉത്തരം ചെയ്യണം. കേക്കാച്ച വിടാക്കാൻ പാടില്ല. ഫോണ് വന്നാൽ ഫോൺ എടുക്കണം. ഒരർത്ഥം. അല്ല സെയ്തേന്ന് വിളിച്ചാൽ ലബ്ബൈക്ക്, അതിന് ഉത്തരം ചെയ്യണം. മറ്റൊരർത്ഥം എന്താന്ന്? അവൻ്റെ പുരക്കൊരു നേർച്ചയുണ്ട്, അല്ലെങ്കിൽ മോളെ മംഗലുണ്ട്, നീ വരണേന്ന് പറഞ്ഞാൽ അതൊരു ദേവത്വം. അവിടെ വിളിച്ചാൽ പോകണം. ആ രണ്ടും വൈദാ ദഅക ഫാജിബുഹുൽ പെട്ടു. മറ്റേതാണ് വൈദാ മരിള ഫറുഹു, രോഗിയായ സന്ദർശിക്കാൻ പോകണം. അപ്പം അതിൻ്റെ പ്രാധാന്യവും അത് അവിടെ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഒരു കാര്യമായൊരു വിഷയമാണ്. നമ്മൾ ഇതുവരെ അത് ചർച്ച ചെയ്തിട്ടുമില്ല. അഖറജ മുസ്ലിമുൻ ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമത്തി യബ്ന ആദം മരിൽതു ഫലം തഅദുനീൻ. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല മനുഷ്യനോട് പറയുന്നത്, മനുഷ്യ, ഞാൻ രോഗിയായി, നീ എന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പോൾ ഇതേതാണ്? മുത്തശാബിഹായ കലിമത്താണ്. മുത്തശാബ് നേർക്കുന്നതിൻ്റെ അർത്ഥം വെച്ചാൽ ഒപ്പിക്കാൻ കഴിയില്ല. അള്ളാഹ് കണ്ട രോഗം വരുത്ത്, അള്ളാഹ് രണ്ടായിരം കാണാൻ പോക്ക്. അപ്പം എന്താക്കണം? അതിന് തഹ്വീൽ വേണം. മുത്തശാബിഹ് നേർക്കുന്നേരെ അർത്ഥം വെച്ചാൽ നമ്മളെ അഖീദക്കോ അല്ലെങ്കിൽ വിഷയത്തിനോ ഒക്കാത്തതിനാണെന്ന് പറയും മുത്തശാബിഹ് എന്ന് പറയും. ഞാൻ രോഗിയായിട്ട് കടന്നിട്ട് നീ കാണാൻ വന്നില്ലല്ലോ എന്ന് അല്ലാഹു തആല ഒരു ആക്ഷേപമായിട്ടായി പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ തഹ്വീൽ പറയുന്നതാണ്, ഖാല യാ റബ്ബി കൈഫ അഊദുക, നിന്നെ എങ്ങനെയാണ് സന്ദർശിക്കുക? വാന്ത റബ്ബുൽ ആലമീനല്ല, നീക്കണ്ട രോഗം പറ്റ്, നിന്നെ സന്ദർശിക്കാൻ കഴിയുമോ? അതല്ലേ? അപ്പോൾ അതിൻ്റെ തഹ്വീൽ ഖാല അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള, എൻ്റെ ഇന്നാലിന്നൊരു അടിമ രോഗിയായിരുന്നു എന്ന് നീക്ക് അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ ഫലം തഅദുഹു, അദ്ദേഹത്തിനെ കാണാൻ പോയിട്ടില്ല. അതിനെയാണ് അള്ളാഹ് രോഗിയായിട്ട് അള്ളാഹിനെ കാണാൻ വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചത്. അപ്പം ആ രോഗിയും അള്ളാഹും തമ്മിൽ അത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ ആ ശൈലി സ്വീകരിക്കുന്നു. രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗിയും അള്ളാഹും തമ്മിൽ എന്തോ ഒരു പ്രത്യേക ഒരു ഖാസായ ബന്ധം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ അഹ്വാലുണ്ട്. ഇപ്പം സംഗതി മനസ്സിലായ? എന്നിട്ടാണ് അതിനെ ഇബാറത്തിട്ടെന്തെന്ന്, ഞാൻ തന്നെ രോഗിയായിട്ട് നീ എന്നെ കാണാൻ വന്നിട്ടില്ല എന്ന്. അതിന് കൊല മനസ്സിലായ? അപ്പോൾ അമാ അലിംത അന്നക ലൗ ഉത്തഹു, ആ വ്യക്തിയെ നീ രോഗം സന്ദർശിക്കാൻ പോയിരുന്നുവെങ്കിൽ ലവജത്തനി എന്തോ, എന്നെ അവിടെ കണ്ടെത്തിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ കാണുമോ വെച്ചാൽ ഐ ലവജത്ത ഇൻദഹു സവാബില്ലദീ ലാ നിഹായത ലിഇൽമിഹി, ആ രോഗിയായ മനുഷ്യന് കിട്ടുന്ന, രോഗം കൊണ്ട് കിട്ടുന്ന ചില പ്രതിഫലമുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ പോയാൽ എനിക്ക് കിട്ടുന്ന കുറേ പ്രതിഫലമുണ്ട്. അതെന്താക്കി? അളക്കാനും തൂക്കാനും കഴിയാത്ത അത്രമാത്രം പ്രതിഫലമായിട്ട് കണ്ടെത്തിക്കുമായിരുന്നു എന്നാണ് ഞാൻ തഹ്വീൽ കൊടുത്തത്. പിന്നെ രൂപം മനസ്സിലായില്ലേ? വ തബറാനിയു ഇന്നൽ ആയിദ യുളില്ലുഹുല്ലാഹു ബി 75,000 മലക്ക്, രോഗനെ സന്ദർശിക്കാൻ പോകുന്ന ആളെ 75,000 മലായിക്കത്തിനെ കൊണ്ടെന്താക്കും? അല്ലാഹു തആല അദ്ദേഹത്തിന് തണലിട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ അന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടാകും. കഴിഞ്ഞ റമദാൻ ആദ്യത്ത് പറഞ്ഞില്ലേ, 75,000 മലക്ക് അവനെ തണലിട്ട് കൊടുക്കുന്നു.
വൽ ബുഖാരിയു ഫിൽ അദബി, ഇമാം ബുഖാരി തങ്ങൾ അദബ് എന്ന് പറഞ്ഞാൽ അദബുൽ മുഫ്രദ് എന്ന് വേറൊരു കിതാബിൻ്റെ പേരാണ്. സഹീഹ് മാത്രമല്ല അവർക്ക് കിതാബുള്ളത്, വേറെയും ധാരാളം കിതാബുണ്ട്. സലാസും കുല്ലുഹുന്ന ഹക്കുൻ അലാ കുല്ലി മുസ്ലിം, 3 കാര്യം പറയാറുണ്ട്, എല്ലാ ഓരോ മുസ്ലിമിൻ്റെ മേലും അത് ഹക്കാണ്, കടമയാണ്. ഒന്നേതാ? ഇയാദത്തുൽ മരീൻ, രോഗിനെ സന്ദർശിക്കാൻ പോകുക. 2 ഷുഹൂദുൽ ജനാസ, ജനാസയിൽ പങ്കെടുക്കൽ, മരിച്ചാൽ. 3 വ തശ്മീത്തുൽ ആതിഷ് ഇദാ ഹമിദല്ലാഹു തആല, ഒരാൾ തുമ്പി അയാൾ തന്നെ അൽഹംദുലില്ലാഹി പറഞ്ഞു എന്താക്കണം, യർഹമുക്കല്ലാഹു പറയലാണ് തശ്മീത്ത്. അപ്പോൾ ആടെന്തെല്ലുണ്ട്, ഒന്ന് തുമ്പലുണ്ട്, തുമ്പിയാൾ അൽഹംദുലില്ലാഹി പറയലുണ്ട്, അൽഹംദുലില്ലാഹി കേട്ടാളെന്താക്കണം, യർഹമുക്കല്ലാഹു പറയാ തശ്മീത്ത്. വ അഹമ്മദു, ഇതാണ് 3 കാര്യമായി. അഹമ്മദ് ഇമാമ് റിവായത്ത് ചെയ്തു, ഇദാ ആദർ റജുലു അഖാഹുൽ മുസ്ലിം, ഒരു വ്യക്തി മുസ്ലിമായ സഹോദരൻ്റെ രോഗം കാണാൻ പോയാൽ ഫഇൻകാന ഖദ്ബത്തൻ, അത് പകലിലാണെങ്കിൽ സ്വല്ല അലൈഹി 70,000 മലക് ഹത്താ യുംസിയ, 70,000 മലായിക്കത്തുകൾ വൈകുന്നേരമാകുന്നത് വരെ അവൻ്റെ വേണ്ടി എന്താക്കും, സലാത്ത് ചെല്ലുമെന്ന് വെച്ചാൽ ഗുണം കൊണ്ട് പ്രാർത്ഥിക്കുന്നേ. അതിനാണ് സലാക്ക് അങ്ങനെ അർത്ഥം കൊടുക്കുന്നത്. സലാത്ത് 3 തരം ഉണ്ടെന്ന് പണ്ടേ ഞാൻ പഠിച്ചു വന്നതാണ്. ഏത്? അള്ളാഹു താലാൻ്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല തഅലീമാക്കുകയും പ്രത്യേകമായ ഒരു ഖാസ് റഹ്മത്ത് കൊടുക്കുകയും ചെയ്യലാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി മലായിക്കത്ത് സലാത്ത് ചെല്ലും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണെങ്കിൽ നമ്മൾ പറയുമ്പോഴത്തെ സീഗ പറയൽ തന്നെ, അല്ലാഹുമ്മ സല്ലി എന്ന് തുടങ്ങിയിട്ട് അതിന് അരി സലാത്തു ആവാം, ഇബ്രാഹിമിയ സലാത്തു ആവാം, മശീഷിയ സലാത്തു ആവാം, യാക്കൂത്തിയും ആവാം, സലാത്തായിട്ട് ഇന്ന് അംഗീകരിക്കപ്പെട്ട ഏത് കലിമത്തും ആവാം. അതല്ലെങ്കിൽ മലായിക്കത്തിൻ്റെ പ്രത്യേക സീഗ ഉണ്ടാവാം, ഒരാൾക്കില്ലാത്ത സീഗ പലതും ഉണ്ടാവാമല്ലോ. ആ സീഗ പറയലാണ് അല്ലാഹുമ്മ സല്ലി അലാ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അതിൽ തങ്ങളെ മധുഹും ലക്കബ് എല്ലാം ഉണ്ടാകും. മലായിക്കത്ത് മോമിനീങ്ങൾക്ക് സലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സല്ലി പറയലല്ല, റഹ്മത്തിനും മഗ്ഫിറത്തിനും ദ്വാരക്കലാണ്. അപ്പോൾ ഇവിടെ എന്തായി, ഈ കാണാൻ പോകുന്നൊരു വ്യക്തിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വല്ലാ അലൈഹി 70,000 മലക്ക്, 70,000 മലക്ക് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നായി. അപ്പോൾ ചെറിയ കാര്യമാണ്. എത്ര വരെ? ഹത്താ യുംസിയ, വൈകുന്നേരം വരെ. ഇനി വൈൻകാന അഷിയൻ, കാണാൻ പോക്ക് വൈകുന്നേരമാണെങ്കിൽ സ്വല്ലാ അലൈഹി 70,000 മലക്കൻ ഹത്താ യുസ്ബിഹ, രാവിലെ ആകുന്നത് വരെയും 70,000 മലായിക്കത്തിന് ഇവിടെ പണിയുണ്ട്. ഈ കാണാൻ പോയ വ്യക്തിക്ക് വേണ്ടി ദ്വാരക്കൽ. എന്തൊരു സംഗതിയാന്ന്. ഇനി ഈ ഹദീസ് പറഞ്ഞല്ലോ, തംബീഹുൻ, അതിൻ്റെ മസ്അലയാണ് പറയുന്നത്. ഇന്നൽ ഇയാദത മത്ലൂബത്തുൻ ഇജ്മാഅൻ, രോഗസന്ദർശനം എന്നുള്ളത് ശറഇൽ മത്ലൂബായ കാര്യമാണെന്ന് ആർക്കും തർക്കമില്ല, ഇജ്മാഅൻ. വഅന്നഹ സുന്നത്തു ഐനിൻ, അത് സുന്നത്തു ഐൻ എന്ന് വെച്ചാൽ ഫർള് കിഫായ, ഫർള് ഐനി രണ്ടെണ്ണം പറയില്ലേ, എന്നത്തെ പോലെ സുന്നത്തു ഐൻ ഓരോ വ്യക്തികളും ചെയ്യേണ്ട സുന്നത്താണ്. അപ്പോൾ കിഫായ അല്ല അടുക്കൽ ഇന്ദൽ ജുംഹൂർ, ഭൂരിപക്ഷം ഉലമാൻ്റെ അടുക്കലും സുന്നത്ത് ഐനാണ്. അപ്പോൾ ആരെങ്കിലും കുറച്ചാൾ പോയാൽ കടമ തീരും എന്നതല്ല എന്നാണ് അവിടെ ചെറിയ ഖിലാഫുണ്ട്. ജുംഹൂറിൻ്റെ അതിലെന്താകും ന്യൂനപക്ഷം, മറ്റേതിലോ ഇജ്മാഅ. ഇൻ വഫർദു കിഫായത്തിൻ ഇന്ദ ബാലി ഖുദമാഇൽ മാലിക്കിയ, മാലിക്കി മദ്ഹബിൽപ്പെട്ട പഴയ നേതാക്കന്മാരുണ്ടല്ലോ, അവരടുക്കൽ ഫർദ് കിഫായിയാണ്. അപ്പോൾ ഒരു മുസ്ലിമിന് ആരും കാണാൻ പോകാഞ്ഞാൽ എല്ലാവരും കുറ്റക്കാരാകും. ഫർദ് കിഫായിൻ്റെ കൈഫിയത്ത് അങ്ങനെയല്ലേ. വസറഹൽ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു ബി വുജൂബിഹ, ഇമാം ബുഖാരി തങ്ങളത് വാജിബാണെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതാണ് അവൻ്റെ മസ്അല ഹുക്കമ ഇപ്പം പറഞ്ഞു വന്നത്. ഇനി പറഞ്ഞു വലാ യുസന്നു അയ്യാദത്തുൽ ഫാസിഖിൽ മുതജാഹിരി ബി ഫിസ്ഖിഹി, ഫിസ്ഖ് കൊണ്ട് പരസ്യമായി ആ ഒരു ചങ്കൂറ്റും തൊട്ടുകൊണ്ട് ഇവിടെ എന്താക്കും, ഒരു നാണക്കാടോ ഒന്നും ഇല്ലാതെ കണ്ട് പരസ്യമായിട്ട് ഫിസ്ഖ് ചെയ്യുന്ന ആളെ ഇയാദത്ത് ചെയ്യൽ സുന്നത്തില്ല. അപ്പം മുത്തജാഹിർ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ഒളിപ്പിച്ചിട്ട് ഓനെ ആരും കാണണ്ടെന്ന് വെച്ചിട്ട് എന്തോ ചെയ്യുന്നത് ഞാൻ എത്തി നോക്കേണ്ട ആവശ്യമില്ല. ആൺപട്ടിൻ്റെ അടക്കം അതിൽ വെക്കലും CCTV വെക്കലും ഇവൻ്റെ രഹസ്യ ജീവിതം പരിശോധിക്കൽ പാടില്ലാത്തതാണ്. ഇപ്പം സംഘടനാപരമായിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഇപ്പം പറഞ്ഞു വരുന്നുണ്ട്. എന്തോ കാര്യമില്ല. സ്ഥലത്ത് പ്രത്യേകിക്കാൻ പോയപ്പോൾ അല്ല, ഇവിടെ പെട്ടി ഒരാളെ പറ്റി കതുഫ് പറയാറുണ്ട്, നിങ്ങളെ വിഷയം മാറ്റിയിട്ട് ഇതായിരിക്കണം വിഷയം. അവൻ നല്ല മുക്കം കലമ്പായി അടിച്ച പക്കത്തെത്തി. അപ്പോൾ ഫിസ്കോണ് മുത്തജാഹിർ
മുത്തജാഹിർ എന്ന് പറഞ്ഞാൽ ആൾ കാണുന്നതിനോ ആളുകൾ കേൾക്കുന്നതിനോ എനിക്ക് ഒരു നാണക്കേടോ ഒരു ഉളുപ്പും ഇല്ലാതെ കണ്ടെന്താക്കുന്നത് പരസ്യപ്പെടുത്താം. അപ്പം ദീനിനോടുള്ളൊരു വെല്ലുവിളി പോലെ സമുദായത്തിനോടുള്ള ഒരു എന്താന്ന് ഒരു അപമാനം ഉണ്ടാക്കലെന്നത്. ബൽ യുക്റഹു, അപ്പം ലാ യുസന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഹുക്കം കിട്ടിയിട്ടില്ല. അപ്പം ബൽ യുക്റഹു ഔ യഹ്റുമു, അവിടെ രണ്ട് ഖിലാഫുണ്ട്. കറാഹത്താണെന്നും എന്തുണ്ട് ഹറാമാണെന്നും രണ്ട് കോലി. എന്തുകൊണ്ട് ലി തസ്രീഹിഹിം ബി ഹുർമത്തി ഈനാസിഹി, അവനെ സന്തോഷിപ്പിക്കൽ ഹറാമാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായി ഫുഖഹാ. അപ്പോൾ ഇവനെ കാണാൻ പോകുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാക്കലല്ലേ, അപ്പോൾ അതിലേക്ക് സബബാകുമ്പോൾ ഹറാം ആവേണ്ടതാണ് ഇല്ലത്ത് പറഞ്ഞത്. ഇല്ല ലി തസ്രീഹിഹിം ഏതാ ഹൈർ മാറ്റം അവനെ ഫിസ്ക് ഒഴിവാക്കുന്ന അങ്ങനെ ഇപ്പം ഇവിടെ ഇമാമികളാരും പറഞ്ഞിട്ടില്ല, പക്ഷേ അന്യമതസ്ഥലത്തേക്ക് പറയുന്നുണ്ട്. അതാ ഇന്നാളെല്ലാം കാണാൻ വന്നിന് പള്ളിയിൽ ഉസ്താദ് വരെ അതിനകത്ത് വന്നിന് എന്തൊരു ഇന്നങ്ങോട്ട് ഓനിക്ക് ഇസ്ലാമിനോട് ഇൽഫത്തും അല്ലെങ്കിൽ ഓൻ്റെ അദാബത്ത് കുറക്കാനും എല്ലാം കാരണമാകുമെങ്കിൽ. മാത്രമല്ല ആഫിയത്തിൻ്റെ വില മനസ്സിലാക്കാൻ വേണ്ടി കാണാൻ പോലെ താരതമ്യം അവനായതും ഞമ്മാകുന്നതും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള അത് ആരും സന്ദർശിക്കാമല്ലോ. അതാ ഈനാസ് പാടില്ല എന്ന് ഹറാമാണ് എന്ന് വ്യക്തമാക്കിയ അവസ്ഥക്ക് ഇവിടെ ഈനാസ് വരുന്നത് കൊണ്ട് ഹറാമാണെന്ന് രണ്ടാമത്തെ കൗല്. വലൗ ബിൽ ജുലൂസി മഅഹു, കൂടെ ഇരുന്നിട്ട് പോലും പറ്റൂല. ഇനി വയുക്റഹു ഇയാദത്തു ദീ ബിദ്അത്തിൻ ദീനിയത്തിൻ, ദീനിയായ ബിദ്അത്തുകൾ കാരണം ഈ സന്ദർശിക്കൽ കറാഹത്താണ്. ആർക്ക്? ലാമിൻ ആലിമിൻ, ആലിമിനല്ല ഈ പറയുന്നു. ആലിമ് പോയാൽ മറ്റുള്ള ആൾ മാതൃകയാക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പറ്റൂല. എന്തുകൊണ്ട്? വേറെ പിന്നാലെ ആളുണ്ടാവും. അപ്പോൾ അയാൾ പോയിട്ടില്ലേ, അയാൾ ചെയ്തനല്ലോ എന്ന് പറഞ്ഞിട്ട് ഹുജ്ജത്താക്കുന്ന ആളുണ്ടാവും. അപ്പം ഈ ഇദ്ദേഹം കാരണത്താൽ ധാരാളം ആളുകൾക്ക് എന്താകും പ്രേരണ നൽകിക്കാം. അപ്പം ഇതാ അല്ലാമിൻ അൽ യത്തറത്തബു അലാ ഇയാദത്തിഹി ലഹു, ഈ ഫാസിഖ് എന്താണ് ബിദ്അത്തുകാരനായ ഒരാളെ എന്താക്കി രോഗം സന്ദർശിക്കാൻ പോയാൽ അതിനുണ്ടെന്ന് ഇഹ്റാഉൽ ആമ്മത്തി അലാ ഇത്തിബാഇ, ഇയാളെ പിന്തുടരാൻ വേണ്ടി ജനങ്ങൾക്ക് പ്രേരണ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വഹസുന തരീഖത്തിഹി, അപ്പോൾ ആ ബിദ്അത്തുകാരൻ നല്ല മാർഗത്തിൽ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കൽ വരും. അപ്പോൾ ഫയഹ്റുമു അലൈഹി ദാലിക, അപ്പോൾ ആ ആലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്. അത് ചിലത് അവസരോചിതമായി മാറുമല്ലോ. ഇനി ഏത് രോഗത്തിനാണ് പോകേണ്ടതെന്നാണ് ഈ പറയാൻ പോകുന്നത്. അതിന് ഒരു മാനദണ്ഡം വെക്കണ്ടേ. വലാബിത്തുൽ മറലില്ലതി യുസന്നുൽ ഇയാദത്തു മിൻഹു, സന്ദർശനം സുന്നത്താക്കപ്പെടുന്നു എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ കണക്ക് മാ യുബീഹ് തർക്കൽ ജുമുഅ, ജുമുഅക്ക് പോകാതിരിക്കാൻ അനുവദനീയമാകുന്ന ഉദറുള്ള രോഗങ്ങളാണെങ്കിൽ പറ്റി. അപ്പോൾ എന്താ ജുമുഅൻ്റെ ബാബിൽ എന്തെല്ലാം കാരണങ്ങളാൽ ജുമുഅ ഒഴിവാക്കാം എന്ന് ഉദർ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള രോഗങ്ങൾ അതാ വലോ റമദൻ, അത് കണ്ണുരോഗമായാലും ശരി. അതെങ്ങനെ? ബി അൻ യകൂന മശക്കത്തുൽ ഖുറൂജി വൽ മശീ മഅഹു ക മശക്കത്തിൽ മശീ ഫിൽ വഹിൽ. ഒരു ഉദാഹരണം പറയുന്നു. ആ പോക്ക് അതോടുകൂടെ ആ രോഗത്തോടൊപ്പം നടക്കലും ചളിയിൽ കൂടി നടക്കുമ്പോൾ എങ്ങനെ പ്രയാസമുണ്ടോ എന്നതുപോലെ തോന്നുന്നു. കഠിനമായ ചളി ഉണ്ടാകുമ്പോൾ നടത്തത്തിന് ഉണ്ടാവില്ല. വിചാരിച്ചാണൊക്കെ കാല് വെച്ചാൽ ചിലപ്പം വെഴുക്കും, ചിലപ്പം കാല് പൂണ്ടുപോകും, ഒരു സ്വതന്ത്രമായി നടക്കാൻ കഴിയില്ലല്ലോ ആ കോലത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫല അസറൽ ഈ സുദാഇൻ, ചെറിയ തലവേദനയ്ക്ക് ഇവിടെ എന്തില്ല, അസറില്ല. വജൻ വെർസിൻ, അതുപോലെ പല്ലുവേദനക്ക് എങ്ങനത്തെ ഖഫീഫൈനി, ചെറിയത്. അപ്പോൾ സഹിക്കാവുന്ന തലവേദന, സഹിക്കാവുന്ന പല്ലുവേദനക്ക് സുഖം കാണപ്പോക്ക് വേണ്ടതില്ല എന്നല്ല. ഏത് പകർച്ചവ്യാധി പകരുന്നുണ്ടാ? അത് പകരുമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് രോഗമൊന്നും പകരൂല എന്നാണ് ഹക്കീക്കത്തിലുള്ളത്. അതിപ്പോൾ തൽക്കാലം ഒപ്പിച്ച് പറയാം. അല്ല അതുവാ വല തീറത്താന്നല്ലേ. പിന്നെന്തിനാണ് മാറിയിക്കാൻ പറഞ്ഞതെന്ന്? പകരൂല എന്നതാണ് അസ്ൽ അഖീദ. ഇവനിക്കുള്ള രോഗം എൻ്റെ തന്നെയാണ്, വേറെക്കുന്ന് അനന്തരം കിട്ടിയൊന്നുമല്ല. പക്ഷേ മറ്റോൻ്റെ പക്കന്ന് പകരം കിട്ടി എന്നുള്ള അഖീദയ്ക്ക് തെറ്റുമ്പോൾ ഇവനിക്ക് എന്താക്കും, ഇവനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നത് തന്നെയാണ്. അപ്പോൾ ഓൻ്റെ പക്കന്നാ വന്നതിന് അസ്ൽ അഖീദ തെറ്റാതിരിക്കാനേ പറഞ്ഞിരിക്കുന്നു. അതാ മറ്റേ ഹദീസ് തമ്മിൽ എതിര് വന്നാൽ എങ്ങനെ ജോയിൻ്റാക്കുമെന്ന് നുഹ്ബ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ഹദീസിൻ്റെ ഉസൂല അറിയില്ലേ, ഉസൂൽ ഹദീസ്, ആരെ അസ്കലാനി ഇമാമിൻ്റെ നുഹ്ബ.
അതിൽ പറഞ്ഞു ഹദീസ് താറുള്ള വന്നു, ഒരു ഹദീസ് അങ്ങനെയും ഒരു ഹദീസ് ഇങ്ങനെയും വന്നാൽ ജമ്മാക്കൽ അങ്ങനെ. അത് ഖുർആൻ്റെ വിഷയത്തിലും വരും, ഖുർആനിലുണ്ടാകും. എന്താണ് ഒരു കൈവുമില്ല എന്ന് പറയും. കുറച്ചൊക്കെ നമ്മൾ കൈവ പറയുന്നുണ്ടായാലും മറ്റേ സ്ഥലത്ത് ഉപരിവില്ല അക്കമ്മഹ വല്ല അംബ്രസ വഹിയിൽ മൗത്ത ബീദിനില്ല, കൈവിൻ്റെ കൊട്ടയില്ലേ. ഒന്നും എനിക്ക് തടിക്കും ഒരു സൈനെ നെഫിനെ ലൊറിനെ മിൽക്കാക്കൂല എന്ന് ഇപ്പുറവും പറയും. അതെങ്ങനെ ജമ്മാക്കും? അത് ഒരു മനുഷ്യൻ്റെ ഒരു മഖ്ലൂക്കിൻ്റെ ഹഖീഖത്ത് എന്താണ്? അള്ളാഹു കൊടുക്കാത്ത ഒരു ഹൗലോ കുവ്വത്തോ ഒരു കുദ്റത്തോ ഒന്നുമില്ല എന്നുള്ള അസലാണ് ഇവിടെ പറയുന്നത്. ഒന്നും മിൽക്കാക്കൂല എന്ന് പറയും. ചിലയാൾ ആദരിച്ചിട്ട് അള്ളാഹു എന്താക്കും? മരിച്ചാൾ ഹയത്താക്കുന്ന പദവിയിൽ ഇവരെ എത്തിക്കും. അത് അള്ളാഹ് കൊടുക്കുന്ന പ്രത്യേക ഖുസൂസിയത്താണ്. അതാണ് ഏത്? ഉബിരി ഉൽ അക്മഹ വൽ അബ്റസ വഹയിൽ മൗത ബീദിനില്ല. കുഷ്ഠരോഗത്തിനെ ഞാൻ മാറ്റി ഉബിരി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതാ മുത്തക്കല്ലും പിന്നെയെന്ന് ഹക്കീക്കത്തായിട്ട് അവിടെ നിന്ന്. അപ്പം വേറൊരാളെ കാണാൻ പോയപ്പോൾ ഇവനിക്ക് എന്താക്കി? സാധാരണ രോഗം പോലെ വന്ന് പകർന്നതല്ല. അപ്പോൾ ഇവൻ്റെ വിശ്വാസത്തിൽ അതാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള വിശ്വാസത്തിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി ഹക്കീക്കത്ത് പൊളിയാതിരിക്കാനാണ് എന്താക്കുന്നത്? അവിടെ പോണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത് അത് ഇവൻ്റെ ഇമ്മ്യൂണിറ്റി കുറവല്ലേ, അല്ലാണ്ട് മറ്റേ ആളെ രോഗം ഇവനിക്ക് കയറിയാവുന്നല്ലോ. ഇല്ല, അപ്പം അങ്ങനെ യക്കീനുണ്ടെങ്കിൽ പോകാമല്ലോ. പക്ഷേ ഇവൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധം, ഇമ്മ്യൂണിറ്റി എന്നൊരു സാധനം ഇല്ലേ, പ്രതിരോധം, അതിൻ്റെ കഴിവുകളാണല്ലോ കാണിക്കുന്നത്. അത് അതുണ്ടല്ലോ, ദുസ്വഭാവങ്ങൾ പകരുന്നില്ലേ. ദുസ്വഭാവം പകരുക എന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ ദുസ്വഭാവം ഇവനിലേക്ക് വന്നതല്ല. അത് കണ്ടപ്പോൾ ഇവൻ്റെ ഇത് ദോഷം സാരമില്ല എന്നിടത്തോളം എന്താക്കി മനസ്സ് അയവ് വരുത്തിയപ്പോൾ ഇവനത് ശീലിച്ചതാണ്. മറ്റൊരു ദുസ്വഭാവം അങ്ങനെ കയറി വന്നാൽ അത് അതുവാന്ന് പറയേണ്ടത്. ഈ പാത്രത്തിലുള്ളത് അങ്ങനെ തന്നെ അപ്പുറത്തേക്ക് വന്നു എന്ന് പറയാൻ അതാണ് ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ അപ്പുറം മാറിയിട്ട് കണ്ടെന്നല്ലേ, അതിപ്പുറത്തേക്ക് വന്നെങ്കിലേ. അത് സബബൊന്നും ഇല്ലാതെ ആദ്യം അതല്ലേ ചോദിച്ചേ, സഹാബികൾ ചോദിച്ചല്ലോ, നമ്മൾ ഒട്ടകത്തിന് ചൊറിയുള്ള ഒട്ടകത്തിൻ്റെ കൂടെ കൂടിയാൽ എന്താക്കുന്നു, നമ്മളെ ഒട്ടകത്തിന് ചൊറി വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച്. അവൻ പറഞ്ഞ ആദ്യത്തെ ഒട്ടകത്തിൻ്റെ ഇടുന്ന ചൊറി ഒന്ന് നിന്ന്. അപ്പോൾ തസലുസിൽ തീരുമില്ലല്ലോ. ഈ ഒട്ടകത്തിന് ചൊറിൻ്റെ ഇവിടെ കടത്തി ഈണി ചൊറി വന്നു. അപ്പോൾ ഈ ഒട്ടകത്തിന് ഇതിൽ നിന്നാ വന്നെങ്കിൽ ഇതിന് ഇവിടുന്ന് വന്നു തങ്ങളെ തിരിച്ചു ചോദിച്ചത്. ആദ്യത്തെ ഒട്ടകത്തിന് ഇവിടുന്ന് വന്നു. അതുപോലത്തെ ഒരു ആദ്യത്തേതാവാമല്ലോ ഇത്. അത് അങ്ങനെ തന്നെ വന്നതാണെങ്കിൽ ഇതിന് മാറിക്കാണ്ടേ. അപ്പോൾ ഒരു രോഗം രണ്ട് പത്രത്തിലേക്ക് വഹരി വെച്ചതാ. വക്കാല മുതാഖിറു അയിമ്മത്തിന. ഇനി അതെല്ലാം അതിനൊക്കെ പ്രൊട്ടക്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മാളത്തിലും ഏത് എവിടെയും കയറിയാലും ഒന്നും സംഭവിക്കില്ല. പക്ഷെ കുറച്ച് യക്കീനാ വേണ്ടി. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു ജലാനന്ദിനാ പറഞ്ഞത്. പക്ഷേ ഇവൻ്റെ വഹ്മ് പറയും ഈ ഇതെന്താക്കും, ഹദീസിനെ അങ്ങ് കുത്തി അത് ഇല്ലാണ്ടാക്കും. വക്കാല മുതാഖിറു അയിമ്മത്തിന, നമ്മുടെ ഇമാമിയങ്ങളിൽപ്പെട്ട മുതാഖിരീങ്ങൾ പറഞ്ഞു, ഇന്നൽ ഇയാദത്തെ യൗമുൽ ജുമുഅത്തി അഫ്ളലു, വെള്ളിയാഴ്ച ദിവസം രോഗം കാണാൻ പോക്ക് അഫ്ളലാണ്. ഇതിനെ കാണാം മിൻഹ ഫി ഗൈരിഹി, മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച്. ഇനി വയുസന്നുലിൽ ആയിദി, ഇനി പോയോനിക്കുള്ള കുറച്ച് സുന്നത്തുകളാണ് പറയുന്നത്. അയ്യുത്തബിഹ നഫ്സഹു ബി ദിക്രി ബഅദി സവാബിൽ മറളി, രോഗത്തിൻ്റെ ചില സവാബാദിക്ക് പറഞ്ഞു കൊടുക്കുക, രോഗിക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്താ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാക്കി കൊടുക്കാം. ഇത് രോഗം എനിക്ക് കഷ്ടപ്പെടാനുള്ളതല്ല, ഇതുകൊണ്ട് എന്താക്കും ദോഷങ്ങൾ പുറത്ത് കിട്ടും എന്നുള്ള ഹദീസെല്ലാം പറഞ്ഞിട്ട് അതൊരു നേട്ടമാണ് എന്ന് വരുത്തി തീർക്കണം. ഇനി അതുപോലെ വസ്സബരി അലൈഹി, അതിൻ്റെ മേൽ ക്ഷമിച്ചാലുണ്ടാകുന്ന പ്രതിഫലങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അവൻ്റെ മനസ്സിനെന്താക്കണം, ഒരു ഈനാസ് ഉണ്ടാക്കി തീർക്കണം. ഇനി വാൻ യുഹസ്സില മുസ്തഹാഹു ഇല്ലം യദുറഹു, അവൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സാധനം കരസ്ഥമാക്കി കൊടുക്കണം. എനിക്കൊരു ഓറഞ്ച് വേണേനു അല്ല ഇന്നത്, പക്ഷേ അത് രോഗത്തിന് ഇവൻ ബുദ്ധിമുട്ടാക്കൂല എങ്കിലേ എന്താക്കാം വാങ്ങിക്കൊണ്ട് കൊടുക്കാം. അതാ കൊടുക്ക്.
ചിലപ്പോൾ രോഗത്തിന് പറ്റാത്തുണ്ടാവും. ഇനി വല്ല യഥാർത്ഥ അലഹിഫിൽ അനീൻ ഓനെന്താക്കും, ഞരങ്ങലി തേങ്ങിക്കരയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനെ വിമർശിക്കാൻ പാടില്ല. അത് ഓൻ്റെ ഒരു അവകാശമാണ്. വേദന സഹിക്കുമ്പോഴോ മറ്റുണ്ടാകുമ്പോൾ പഠിച്ചോനെ എന്നുള്ളാക്കിയിട്ട് അത് അവനെ വിമർശിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല വക്കത് കല്ലത്തും അന്നത്തല ഈ തേങ്ങിക്കരയിൽ കറാഹത്താണ് എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടാക്കിയിട്ടുണ്ട്, വേറെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനിക്ക് ഒരു എന്താ പറയുക സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ്. പക്ഷെ എന്ത് വേണം, ഇൻ അംകനഹു അൻയുർഷ്ദഹു ബി ലുത്ഫിൻ, വളരെ മാർദ്ദവത്തോടുകൂടി അവൻ ഇസാദാക്കരുത്. ഇതിന് പകരം അല്ലാ അല്ലാ എന്നായിക്കൂടെ, എന്നാൽ ദിക്കറിൻ്റെ കൂലിയും കിട്ടുമല്ലോ. അത് ജൗഹർ തൗഹീദിൻ്റെ ശറഹിലും പറഞ്ഞിട്ടുണ്ട്. ഇത് നാക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ദിക്റാക്കിയാൽ മറിക്കാമല്ലോ എന്ന്. അതാ പറയുന്നത് ഇല അന്ന ദിക്ർ അഫ്ളൽ ഔല ഫഅല, ഈ ഒച്ചപ്പാടിന് പകരം ദിക്റാക്കി മറിച്ചാൽ അതാണ് ഔല എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നല്ല ലുത്തുഫോട് കൂടി അവിടെ കർശനമായിട്ട് കലമാനൊന്നും പാടില്ല. ബിലുത്തുഫിൻ ഫഅല, അങ്ങനെ ചെയ്തോട്ടെ എന്നല്ലാണ്ട് നീ തടയിങ്ങനെ നിരങ്ങുന്നു, നീ തടയിങ്ങനെ അത് പറയാൻ പറ്റില്ല. ഇനി വഅൻ യസ്അലൽ മരീല ദുആ, മരീലിനോട് ദ്വാരക്കാൻ പറയണം. അതെന്താ, ലിസിഹത്തിൽ ഖബരി ബിൽ അംരി ബിഹി, അവനങ്ങനെ കൽപ്പന ഉണ്ട്. രോഗി ദ്വാരന ദ്വാക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രോഗിനോട് ദ്വാരക്കാൻ പറയാം. മാത്രമല്ല വഅന്നഹു കദുആഇൽ മലായിക്കത്തി, മലായിക്കത്തിൻ്റെ ദ്വാക്ക് തുല്യമാണ് എന്നുവരെ, ഈ രോഗിയുടെ ദ്വാ മലായിക്കത്തിൻ്റെ ദ്വാക്ക് തുല്യമാണ് എന്നുവരെ വന്നിട്ടുണ്ട്. അത് പറ്റൂലല്ലോ. അത് ഹിജായുലോമദ്ദീൽ സബറിൻ്റെ ബാബ് നോക്കിയാൽ കാണാം, സബറിൻ്റെ വലിയ മഹത്വം പറഞ്ഞു. അപ്പോൾ വൈൻ കുൽത്ത, നീ ചോദിക്കും ഇങ്ങനെയാണ് ഈ കൂലെല്ലാം കിട്ടാൻ വേണ്ടി ബലായിനെ ചോദിച്ച് വാങ്ങിക്കൂടെ എന്ന്. അത് വിരോധിച്ചിട്ടുണ്ട്. ബലാഗ് വന്നാൽ ക്ഷമിക്കാമെന്നല്ലാണ്ട് ക്ഷമിക്കാൻ വേണ്ടി ബലായിനെ ചോദിക്കാൻ പാടില്ല എന്നാണ്. അത് നമ്മളെ ഫഹ്മിൻ്റെ കേസാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഒരു ഔലിയ ചോദിച്ചിട്ടുണ്ടായിനല്ല എന്ന്. ഔലിയാൻ്റെ വാക്കെടുത്ത് തെളിവല്ല എന്ന് പറഞ്ഞു. ഷർആണ് തെളിവ്. എന്താ, ലാ തത്തമ്മനു ലിഖാ അൽ അദുവി, യുദ്ധമുണ്ടാവട്ടെ, ശത്രുമായി ഏറ്റുമുട്ടട്ടെ എന്ന് കൊതിക്കണ്ട. കൊതിച്ചാലോ അല്ല വന്നാൽ നിങ്ങൾ നേരിടുകയും പോകണം, യുദ്ധം ചെയ്യും പോകണം, പടവെഴുതണം, ഉറച്ചിരിക്കണം. എന്നാൽ ഉറച്ചിരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടും കൊതിച്ചിട്ട് യുദ്ധം ഉണ്ടാവട്ടെ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഒരുപാട് ഇഷ്കാല ഇഹയ്യൽ സബറിൻ്റെ ബാബ് നോക്ക് 4-ാം ജ്യൂസ്. അപ്പോൾ ഏതൊരു അവലെ പറഞ്ഞു പോലും എന്താന്ന്, നീ ആർക്കെങ്കിലും ബലാഗ് കൊടുക്കുന്ന എല്ലാം എനിക്ക് തന്ന് ഞാൻ എടുത്തോളാം, ഞാൻ ക്ഷമിച്ചോളാം, ക്ഷമൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട്. അവസാനം എന്താക്കി, മൂപ്പർക്ക് ഉത്തരം കിട്ടി. പല ബലാഗ് വന്നപ്പോൾ സഹിക്കാൻ കഴിയാണ്ടായി, തോറ്റിട്ട് പിന്നെ പറയുന്ന പോലെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കുന്ന എല്ലാ പള്ളി ദർസിലും ആവലിയാക്കന്മാരെയും അക്കമ്പറയിലും പിന്നെ മുദരിസന്മാരാൻ കണ്ടിട്ട് പറയില്ലാന്ന്. ഇഹയ്യലതാ ചോദിച്ചു വാങ്ങാൻ പാടില്ല. ലാ തത്തമ്മന്ന ലിഖാ അൽ അദുവി. പക്ഷെ വന്നാൽ നിങ്ങൾ ധൈര്യത്തോടെ നേരിടണം. ഇനി വസഹ അന്നഹു കാന ഇദാ ദഖല അലാ മരീലിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിനെ കാണാൻ പോയാൽ ഖാല ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിലെന്തെല്ലാം വാക്ക്, ലാ ബഅസ, എനിക്കൊരു കുഴപ്പമില്ല. തഹൂറുൻ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്ന സാധനമാണ്, ദോഷങ്ങളെ തൊട്ടെന്താക്കും നിന്നെ ക്ലിയറാക്കുന്ന സാധനമാണിത് എന്ന് പറയണം എന്ന് തങ്ങൾ പറയാറുണ്ട്. എന്നുവെച്ചാൽ ഐ മർദുക യുതഹിറു മിന ദുനൂബ്, നിനക്ക് വന്ന രോഗം നിൻ്റെ എല്ലാ ദോഷങ്ങളെയും ശുദ്ധീകരിക്കുന്ന സാധനമാണ്. വസഹ ഐദൻ അന്ന മൻ ഖാല അസ്അലുല്ലാഹൽ അദീമ റബ്ബൽ അർശിൽ അദീം അൻ യുആഫിയക വയശ്ഫിയക, അന്ന് രോഗിനോട് 7 മർറാത്തിൻ 7 വട്ടം പറയണം. ചില റിവായത്തിൽ അൻ യശ്ഫിയക യുആഫിയക തിരിച്ചാണുള്ളത്, 2000 കണക്കന്നെ. അസ്അലുല്ലാഹൽ അദീമ റബ്ബൽ അർശിൽ അദീം അൻ യുആഫിയക വയശ്ഫിയക, അത് കൈവച്ചിട്ട് പറയണമെന്ന് പറയുന്നു. ഇന്ദ മരീലിൻ ലം യഹ്ദുർഹു അജലുഹു, ആയുസ് എത്തിയിട്ടില്ലാത്ത രോഗിക്ക്. ആയുസ് എത്തിയിട്ട് ഇപ്പം അടുത്ത സമയത്ത് മരിക്കുമെങ്കിൽ പിന്നെ അയ്യസ്പിയൊക്കെ യാഫിയൊക്കെ പറയേണ്ട ഫായതയില്ലല്ലോ. എല്ലാം അത് ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാൻ തിരിയാത്ത ഡോക്ടർമാരുണ്ടാവുന്നു മാത്രം. മരിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താക്കി നമ്മളെ പുജാപ്പുള്ള ഉപ്പാക്ക് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ആ പൈസ കളയണ്ട, ഈ പിള്ളേർ സാധുക്കളാന്ന് കണ്ടിട്ട്. അപ്പോൾ അടുത്ത പള്ളിയെ ഒക്കിരിക്കാൻ പറയുന്നത് മരിച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ടാവും ഏകദേശം.
മരച്ച ആളിയും ഹയാത്തുള്ള ആളും തിരിയാത്ത ഡോക്ടർ എന്തിനും എവിടെ കെത്തിട്ട് നടക്കുന്നു. അപ്പോൾ ഒന്നേക്ക് തിരിച്ചയച്ച് അല്ലെങ്കിലോ തിരിഞ്ഞാലും വിട്ടൂല, ആ കിട്ടുന്ന പൈസ തൽക്കാലം കളയണ്ടെന്ന് വെച്ചു. സ്കാനിങ്ങിന് 300 കിട്ടുമല്ല. അപ്പോൾ ആഫാഹുല്ലാഹു മിൻ മർളിഹി, എന്നാൽ ഇവൻ്റെ ദ്വാകരണത്താൽ എന്താക്കും അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കുന്നു. അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീം അൻ യാഫിയക വശ്ഫിയക അവിടല്ലേ. അപ്പം കാഫിനെന്താ പറയേണ്ടത്? ആണാണെങ്കിൽ ഇതിൽ ഇപ്പം ശൈലി, പെണ്ണാണെങ്കിൽ യസ്ഫിയക്കി എന്ന് പറയണമോ? ലഫ്ള് മാറ്റലില്ലെന്ന്. വയംബഗി ഫതുഹുൽ കാഫി, കാഫിന് ഫതഹ തന്നെ വേണം ഫിൽ മുഅന്നസി. മുഅന്നസ് ആയാലും എന്ത് വേണ്ട, യസ്ഫിയക്കി വയുആഫിയക്കി എന്ന് പറയേണ്ട ആവശ്യമില്ല. അതാ മുരീദൽ ഷഖ്സാണ് മുറാദ്, നിങ്ങൾ എന്നുള്ളത്. അതാ ഇത്തിബാൽ ലഫ്ളിൽ വാരിദി, വാരിദായ ലഫ്ള് മാറ്റാതിരിക്കാനാണ്. ആ പറഞ്ഞ പോലെ അങ്ങോട്ട് പറയില്ല. അഖ്റജ ഷെയ്ഖാനി, ഇനി മറലിൻ്റെ സവാബും പറഞ്ഞിട്ട് ഇന്ന് മതിയാക്കാം. മരീലിന് കുറേ സവാബുണ്ടെന്നാണ്. അഖ്റജ ഷെയ്ഖാനി മാ യുസീബുൽ മുഅ്മിന മിൻ നസബിൻ വലാ വസബിൻ വലാ മറലിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ ഹത്ത ഷൗക്കത്ത് യുഷാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. ഒരു മുഅ്മിന് നസബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, തളർച്ച. വസബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗം. അതുപോലെ ഹമ്മ്, ഹസനി, അത് മനസ്സിനുണ്ടാകുന്ന ചില പ്രയാസങ്ങൾക്ക് എന്ത് പറയും? ഹമ്മ് എന്ന് പറയും, ഗമ്മ് എന്ന് പറയും, ഹസന് എന്ന് പറയും, കർബ് എന്ന് പറയും. ഇങ്ങനെ പല വിഷയങ്ങളുണ്ടാവും. ചില മാറ്റങ്ങളുണ്ടായി. ഹമ്മ് ഇതെല്ലാം എത്ര ഹത്ത ഷൗക്കത്ത് യുഷാഖുഹ, ഒരു മുള്ള് തറക്കൽ വരെയും. അത് എത്രയും ചെറുതായിട്ടാണ് പറഞ്ഞത്. ഒരു മുള്ള് തറക്കൽ വരെ ആയിക്കോട്ടെ. ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവൻ്റെ ദോഷങ്ങളിൽ നിന്ന് അള്ളാഹു തആല പൊറുപ്പിക്കാതിരിക്കില്ല എന്നും. ഇതാരാണ്? ഷെയ്ഖാനെ റിവായത്ത്. അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്നു, ഇന്നൽ മുഅ്മിന ഇദാ അസാബഹു സഖമു സുമ്മ ആഫാഹുല്ലാഹു മിൻഹു, ഒരു മുഅ്മിനായ മനുഷ്യനെ രോഗം ബാധിച്ച് അള്ളാഹു തആല അവനെ ആഫിയത്താക്കി, എന്നാലോ കാന കഫാറത്തുൽ ഇമാം അല്ലാഹു മിൻ ദുനൂബിഹി, അവൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ ദോഷങ്ങളെ തൊട്ട് കഫാറത്താവാതെ ആ രോഗം പോയിട്ടില്ല എന്നാണ്. ചെറുദോഷങ്ങളെപ്പറ്റി പറയുന്നതൊക്കെ വൻദോഷങ്ങൾക്ക് ഹക്കീകായ തോപ വേണമെന്ന്, അതിലേക്ക് തോപക്ക് പണിയില്ലാണ്ടാവില്ലേ. വ മൗഇദത്തല്ലഹു ഫീമാ യുസ്തഖ്ബലു, ഭാവിയിലേക്കുള്ള ഒരു ഓർമ്മക്കുറിപ്പുമാണ്. വ ഇന്നൽ മുനാഫിഖ ഇദാ മരിള, എപ്പോൾ നേരത്തെ ഇന്നൽ മോമിനല്ലേ പറഞ്ഞത്. ഇന്നൽ മുനാഫിഖ ഇദാ മരിള, മുനാഫിഖ് രോഗിയായി, സുമ്മ ഓഫിയ, പിന്നെ ആഫിയത്ത് പോയി, രോഗം മാറി. കാന കൽ ബഈരി, അത് ഒട്ടകത്തിനെ പോലെയെന്ന് തോന്നി. എന്താണ്? അകലഹു അഹ്ലുഹു സുമ്മ അർസലഹു, ആ ഒട്ടകത്തിൻ്റെ ഉടമകൾ അതിനെ പിടിച്ച് കെട്ടി, കുറേ കെട്ടിയതിന് ശേഷം എന്താക്കി? അയച്ചിളക്കി. ഈ ഒട്ടകത്തിനറിയാം എന്തിനാണ് കെട്ടിയത്, എന്തിനാണ് ഇപ്പം അയച്ചിളക്കിയെന്ന് അറിയില്ലല്ലോ. എന്നതുപോലെ ഫലം യദ്രി ലിമ അകലുഹു വലം യദ്രി ലിമ അർസലുഹു, ഈ ഒട്ടകത്തിന് ഈ പുരക്കാർ എന്തിനാണ് കെട്ടിയത്, എന്തിനാണ് ഇപ്പം അയച്ചു വിട്ടത് എന്ന് ആ ഒട്ടകം അറിയാത്തത് പോലെയാണ് മുനാഫിക്കിൻ്റെ അവസ്ഥ. ഫൈദറിയില്ല. അതാണ് മോമിനും മുനാഫിക്കും തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഒരു മുള്ള് തറക്കൽ വരെ വന്ന്, എന്നാലും അവന് ദോഷം അത്രണ്ട് പുറത്തു എന്നാണ് പറഞ്ഞത്. വൽ ബുഖാരിയോ മൻയുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബി മിൻഹൂന, അള്ളാഹു തആല ഒരാൾക്ക് ഖൈറുദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്താക്കും? ചില മുസീബത്തുകൾ അവനെ തൊടും. അതുപോലെ യുവജ്ജിഹുല്ലാഹു ഇലൈഹി മുസീബത്തൻ ഔ ബലാഅൻ, എന്തെങ്കിലും ഒരു ബലാഗോ എന്തെങ്കിലും മുസീബത്തോ അള്ളാഹു അതിനെക്കുള്ള എന്താക്കും? വെച്ച് നീട്ടും. അതോടുകൂടി ഒരിക്കൽ ഖൈർ കിട്ടിക്കഴിഞ്ഞു. വത്തബറാനി യൂതാ ബിശ്ശഹീദ് യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഷഹീദിനെ കൊണ്ടുവരപ്പെടും. എന്നിട്ടോ ഫയുൻസബുലിൽ ഹിസാബ്, ഹിസാബിന് വേണ്ടി അവനെന്താക്കും? നിർത്തപ്പെടും. സുമ്മ യൂതാബിൽ മുതസദ്ദിഖി, സദക്ക ചെയ്ത ആളെ കൊണ്ടുവരപ്പെടും. ഫയുൻസബുലിൽ ഹിസാബ്, ഹിസാബിന് വേണ്ടി അവനെ നിർത്തപ്പെടും. അപ്പോൾ രണ്ടാം കൊണ്ടതിൻ്റെ ഹിസാബുണ്ട്. സുമ്മ യൂതാബി അഹ്ലിൽ ബലായി, പിന്നെ ബലായുകാരുണ്ടല്ലോ, പല രോഗങ്ങളിലും പല ഇടങ്ങുകളിലും കഴിച്ചു കൂട്ടിയ ആളെല്ലാം കൊണ്ടുവന്നിട്ട് ലാ യുൻസബുലഹു മീസാനുൻ വലാ യുൻസബുലഹു ദീവാൻ, എന്നെ അവിടെ ചോദ്യമില്ല, തൂക്കലുമില്ല, അളക്കലുമില്ല, ഞാൻ പൊടുന്നു. ഫയുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബൻ, പ്രതിഫലം അല്ലാഹു തആല കോരിച്ചൊരിയുകയാണ്. എത്ര വരെ? ഹത്ത എന്ന അഹ്ലൽ ആഫിയത്തി, ആഫിയത്ത് കിട്ടിയ ആളുണ്ടല്ലോ
അവരല്ല ഏത്തമന്നൗന ഫിൽ മോഖഫി അന്ന് ആഗ്രഹിക്കും ഇയാളെ മാതിരി അങ്ങ് തിരക്കുകളില്ലായിരുന്നു, നമുക്ക് കുറച്ച് കൊസിയിൽ കഴിഞ്ഞു പോയല്ലോ, ഈ രോഗിയായിട്ട് കഴിഞ്ഞുകൂടി ആളെ മാതിരി ആവണമായിരുന്നു എന്ന് അവിടെ വെച്ച് കൊതിക്കുന്നു. അന്ന അജസാദഹും മുഖദലത്ത് ബിൽ മക്കാരേലി ശരീരം കത്തുകളെ കൊണ്ടിങ്ങനെ മുറിക്കപ്പെടുന്ന രൂപത്തിൽ ആയെങ്കിൽ തിരക്കേടില്ല. മീൻ ഹുസ്നി സവാബില്ല, അള്ളാഹുവിൻ്റെ സവാബ് മെച്ചമായ സവാബ് കണ്ടിട്ട് ആഗ്രഹിക്കുന്നു. ഇനി വഹുവ എന്ന് പറഞ്ഞാൽ ബുഖാരി ഇമാമ് ഇതാ മരിദൽ അബുദ് സലാസ അയ്യാമിൻ ഒരാൾ 3 ദിവസം രോഗിയായി. എന്നാൽ ഖറദ മീൻ ദുനൂബിഹി കയൗമി ബലദത്തു ഉമ്മുഹു ഉമ്മ പ്രസവിച്ച ദിവസം പോലെയാണ് ദോഷത്തിൽ നിന്ന് അവൻ ഒഴിവാകുന്നത്. എല്ലാം ചെറുദോഷങ്ങളും അല്ല, ഈ ഫലായിൽ കൊണ്ടും മറ്റും പൊറുക്കപ്പെടും എന്ന് പറഞ്ഞ എല്ലാം ചെറുദോഷത്തുമ്പോൾ തന്നെ കൊളുത്തണം. ബന്ധോഷത്തിൻ്റെ തൗബാൻ്റെ വേണ്ടി വരും. വബിൻ അബിദുഞ്ഞ മങ്കത്തമ ഹുമ്മ ഒരാൾ പനി മറച്ചു വെച്ച്, അവരോടെല്ലാം എനിക്ക് പനിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കാണ്ട് പനി മറച്ചു വെച്ച്. യൗമ എന്താ ഹുമ്മ യൗമൻ ഒരു ദിവസത്തെ പനി. അസാബത്തുഹു അവന് സംഭവിച്ചിട്ടുണ്ട്. ആഖിറജഹുല്ലാഹും ബിൻ ദുനൂബിഹി കയൗമി വലദത്തുഹു ഉമ്മുഹൂൻ ഉമ്മ പ്രസവിച്ച ദിവസം പോലെയാണ് ദോഷങ്ങളിൽ നിന്ന് അവൻ ഒഴിവാകുന്നത്. വകതബല്ലാഹു ലഹു ബറാഅത്തൻ മിനന്നാർ നരകത്തിനെ തൊട്ടുള്ള ഒരു ബറാഅത്ത് അവൻ എഴുതപ്പെട്ടു, ഒരു മോചനം. വസതറ അലൈഹി കമാ സതറ ബലാഅല്ലാഹി ഫിദ്ദുഞ്ഞ അല്ലാഹു തആല ദുന്യാവിൽ കൊടുത്ത ഈ ബലായിനെ മറച്ചു വെച്ചില്ലേ, അതിൻ്റെ പ്രതിഫലമായി ഇവൻ്റെ ദോഷങ്ങൾ എന്താക്കും, മറ്റുള്ള ആളെ കണ്ണിൽപ്പെടാതെ അല്ലാഹു തആല മറച്ചു വെക്കുകയും ചെയ്യും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ പറഞ്ഞില്ലേ. വഅഹ്മദു വത്തബ്റാനിയു ഇന്ന സുദാഅ വൽ മലീലത ലാ യസാലാനി ബിൽ മുഅ്മിനി പനിയും തലവേദനയും തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഒരു മോമിന് വിട്ടുമാറാണ്ട് നിൽക്കും. എപ്പോഴും പനി, എപ്പോഴും തലവേദന, എപ്പോഴും വേദന. എന്നാണ് വ ഇന്ന ദുനൂബഹു മിസ്ല ഉഹദിൻ അവൻ്റെ ദോഷങ്ങൾ ഉഹദ് മല പോലെ ഉണ്ട്. ഫമാ യദആനി വഅലൈഹി മിൻ ദുനൂബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദൽ പിന്നെ നോക്കുമ്പോൾ എന്തായിന്നറിയോ, ഒരു കടുമണി തൂക്കം പോലും ദോഷം ബാക്കിയില്ലാത്ത രീതിയിലായി മാറിയിരിക്കുന്നു. എങ്ങനെ നിത്യേന രോഗിയായി പനിയും തലവേദനയും സഹിച്ചിട്ട് വേദനയൊക്കെ സഹിച്ചിട്ട് നടന്ന കാരണത്താൽ. വൽ ഖുദാഇയു അൽ ഹുമ്മ കീറും മിൻ ജഹന്നമ ഫനഹുഹ അൻകും ബിൽ മാഇൽ ബാരിദ് എന്താണ് നരകത്തിലുള്ള ഒരു തീജ്വാലയാണെന്നാണ് പനി. അതുകൊണ്ട് എന്താക്കണം, തണുത്ത വെള്ളം കൊണ്ട് അതിനെ മായ്ക്കുകയും എന്ന് പറഞ്ഞു. അതൊരു നബവിയ ചികിത്സയാണ്. പക്ഷേ എല്ലാ പനിക്കും പറ്റൂല എന്നാണ് ഡോക്ടർമാർ തഫ്സീസാക്കിയിട്ടുണ്ടെന്ന് പറയും. പണ്ട് ദുബൈ ഡോക്ടർ ക്ലാസ് എടുത്തിട്ടുണ്ടായിന് അത് തിബ് സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെ ഹദീസ് കാണുന്നുണ്ടല്ലോ, നമ്മളുടെ ആ പച്ചവെള്ളം ഉപയോഗിച്ചാൽ പനിയല്ല കുലുമലാന്നല്ലേ കാണുന്നതെന്ന് വെച്ചു. അന്നേരം പറഞ്ഞ് ഹദീസിൽ പറയപ്പെട്ട പനി എന്ന് പറഞ്ഞാൽ പനി പല ഇനങ്ങളുണ്ട്. പച്ചവെള്ളം ഉപയോഗിച്ചാൽ മാറുന്ന പനിയുണ്ട്, പച്ചവെള്ളം കൊണ്ട് കയറുന്നുണ്ട്. അപ്പം അതിനെന്താകണോ, അതെ. പക്ഷെ അതിനല്ലേ തഖ്സീസാക്കേണ്ടി വന്ന്. ആമ്പ് വന്നപ്പോഴല്ലേ തഖ്സീസ് വരേണ്ടി വന്നത്. അല്ല ഖാസാണെങ്കിൽ പിന്നെ ഖാസിനെ വീണ്ടും തഖ്സീസാക്കൂലല്ലോ. വഅഹ്മദു വത്തിർമദി വന്നസായി മൻ ഖതലഹു ബത്നുഹു ലം യുഅദ്ദബ് ഫീ ഖബ്രിഹി ഒരാൾ അവൻ്റെ വയറവനെ കൊന്നു എന്ന് പറഞ്ഞാൽ വയറുവേദന എടുത്തിട്ട് എന്താക്കി അയാൾ മരിച്ചുപോയി. എന്നാൽ ഖബറിൽ അദാബില്ല. അത് മുമ്പ് എവിടെയോ ഓതിയിട്ടുണ്ട്, ഷുഹദാക്കളുടെ കൂട്ടത്തിൽ എണ്ണീറ്റ് മിസ്കാത്തിൽ. വസഹ മൻ മുസീബ ബി മുസീബത്തിൻ ബി മാലിഹി ഔ ഫീ നഫ്സിഹി ഫകതമഹ വലം യശ്കുഹ ഇലന്നാസി കാന ഹക്കൻ അലല്ലാഹി അൻ യഗ്ഫിറ ലഹു. മുതലിലാവട്ടെ നഫ്സിലാവട്ടെ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്ന് അത് മറച്ചു വെച്ച് ജനങ്ങളോട് പരാതിയായി പറഞ്ഞില്ല. എന്നാൽ അല്ലാഹു തആല അവൻ്റെ നഫ്സിൽ ഒരു ഹക്കായിട്ട് ഏറ്റെടുത്തിട്ട് അവന് പുറത്തു കൊടുക്കാമെന്ന്. അല്ലാഹ്ക്ക് മറ്റൊരു ബാധ്യത എന്നിട്ട് ഒരു ഹക്കില്ല. അവൻ സ്വന്തം നഫ്സിൽ ഏറ്റെടുത്തൊരു ഹക്കുണ്ടല്ലോ, അവന് പുറത്തു കൊടുക്കാമെന്ന്. ഇനി പറയാൻ പോകുന്നത് രണ്ട് വരിയുള്ള തീർന്ന്. ഈ ഇത്രയും മഹത്വങ്ങൾ കിട്ടുന്ന എന്ത് വകയിലാണ്? രോഗം കൊണ്ട് തന്നെയാണോ അല്ല രോഗത്തിന് ക്ഷമിച്ചാൽ കിട്ടുന്നതാണോ എന്നാണ്. രോഗത്തിന് നഫ്സിന് തന്നെയാണോ അല്ല രോഗത്തിന് ക്ഷമിച്ച വകയിലാണോ എന്ന് രണ്ട്. അപ്പോൾ ക്ഷമിച്ചില്ലെങ്കിൽ എന്താക്കും, അത് കിട്ടൂല. അതാ ഏലം അന്നൽ അയിമ്മത്ത് ഇഖ്തലഫു നമ്മുടെ മഹാന്മാരെ ഇമാമിയങ്ങൾ ഇഖ്തലാഫായി ഫി അന്ന സവാബൽ മരീലി മരീലിന് കിട്ടിയ സവാബ് ഹൽ അല സബരി അല മർലിഹി രോഗത്തിന് വേണ്ടി ക്ഷമിച്ച വകയിലാണോ ഔ അല നഫ്സി മർലിഹി രോഗത്തിന് തന്നെയാണോ? തന്നെയാണെങ്കിൽ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും പ്രതിഫലം കിട്ടും.
വൽ അസഹു ഫീ ദാലിക്, ഇതിൽ അസഹായ മറുപടി എന്താണ്? അന്നഹു ഇൻ സബറ ഉസീബ അലൽ മർളി വസ്സബർ, ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ 2 പ്രതിഫലം കിട്ടും. ഒന്ന് രോഗത്തിനും ചമക്കും. വ ഇല്ലെങ്കിലോ ലം യുസബ്, പ്രതിഫലമേ ഇല്ല. ഹാദാ, ഈ മറുപടി മാ ദല്ലത്ത് അലൈഹിൽ ഹദീസ്, ഹദീസുകൾ അറിയിച്ചു തന്നിട്ടുണ്ട്. ഹദീസിൻ്റെ തെളിവിൻ്റെ പിമ്പലത്തിലാണ് ഈ മറുപടി പറഞ്ഞത്. രണ്ടുമില്ല. എന്നാൽ കാല ഇസ്ദുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു, മുത്ലഖ മുജ്തഹിദായിട്ട് അറിയപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു മുജ്തഹിദാണല്ലോ മൂപ്പർ ഇന്നൽ മസായിബ ലാ സവാബ ഫീഹ, ഈ മുസീബത്തുകൾക്ക് സവാബേ ഇല്ല. ലിഅന്നഹ ലൈസത്ത് മിൻ കസ്ബിൽ അബ്ദി, അത് അബ്ദിൻ്റെ കസ്ബിൽപ്പെട്ടതല്ലല്ലോ, കസ്ബിൽപ്പെട്ടതല്ലാത്തത് കൊണ്ട് അതിനില്ല. ബലിസ്സവാബ് ഫിസ്സബരി, സബറിൽ മാത്രമാണ് കൂലിയുള്ളത്. അലൈഹ ലാ ഗൈറു, മറ്റൊന്നും കൊണ്ട് കിട്ടൂല. അത് മറ്റുള്ളവരോട് പരാതി പറയാതിരിക്കലും അതല്ലേ സബറുൻ ജമീൽ എന്ന് പറഞ്ഞു. അപ്പോൾ സബറുൻ ജമീൽ എന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഒന്നും കിട്ടാണ്ടാകുമോ? നാം ഫിഹ തക്ഫീർ, ദോഷങ്ങൾ പൊറപ്പിക്കുക എന്നതുണ്ട്, അത് നഷ്ടപ്പെട്ടൂല. ഈ വലിയ ആ തക്ഫീർ തന്നെ ഉണ്ട്. ഇനി വഇല്ലം യസ്ബിർ, ക്ഷമിച്ചിട്ടില്ലെങ്കിലും തക്ഫീർ അത് ദോഷം പൊറുക്കും എന്ന് പറഞ്ഞത് അത് അവിടെ തന്നെ കിട്ടും. അതെങ്കിലും ഇല്ലം യസ്ബിർ, ഇത് കാരണം ലാ യുസ്തറത്തു ഫിൽ മുകഫിർ അൻ യകൂന കസ്ബൻ, ദോഷം പൊറുക്കപ്പെടുന്ന കാര്യത്തിൽ കസ്ബിൽ പെടണം എന്നാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ മൂപ്പർ പറഞ്ഞതും ഒരു ന്യായം തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി ഉണ്ടായ ഈ തക്ഫീറും വന്നു, സവാബും കിട്ടി. തക്ഫീറാകുമ്പോൾ ഇല്ലായ്മ ചെയ്യല്ലേ, സൽബാണല്ലോ. അതുണ്ട്, എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ടല്ലോ. കസ്ബിൽപ്പെടാത്ത കാര്യങ്ങളൊക്കെ തക്ഫീറുണ്ടല്ലോ. ഇപ്പോൾ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ അല്ല അവസാനത്തെ 10 ആയാലും തന്നെ റമദാൻ മാസം എന്നെ കസ്ബിൽപ്പെട്ടതാ. അമലില്ലെങ്കിലും ആ മാസം ആയാന്നല്ല പറഞ്ഞിട്ടുള്ളൂ, അമൽ ചെയ്താൽ തോന്നിട്ടില്ലല്ലോ. ആ മാസത്തിൻ്റെയോ സന്ദർഭത്തിൻ്റെയോ നഫഹത്ത് അനുസരിച്ച് വരാല്ല. നല്ല ബാബായിനത്. ഇന്ന് മരിച്ചാളുമായിട്ടുള്ള കുറച്ച് കടമ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം കുറേ തീരും. ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ സമയമില്ലല്ലോ.